ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് അവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യം വിജയം കുട്ടു. ഭവനത്തിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. വീടിൻ്റെ തെക്ക് ഭാഗത്ത് കന്നിമൂല എന്ന് പറയും, തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വരുന്ന ആ ഭാഗത്ത് അല്ലെങ്കിൽ ആ ഭാഗത്ത് ആ സൈഡ് ഒരു ഏകദേശം ഇപ്പോൾ 5 സെൻറ്റ് ആണെങ്കിൽ 5 സെൻറ്റിനെ കുറച്ച് ഭാഗിച്ച് കന്നിമൂലയായിട്ട് നമ്മൾ കുറച്ച് കണക്കാക്കും. അതിൻ്റെ കന്നിമൂല എന്ന് പറയുമ്പോൾ കന്നിയുടെ അപ്പുറത്ത് തൊട്ട രാശി വരുന്ന തുലാരാശിയും തൊട്ട രാശിയും അപ്പുറത്ത് ചിങ്ങൻ രാശിയും, ചിങ്ങൻ രാശിൻ്റെയും കന്നിരാശിൻ്റെ ഇടയിലാണ് കന്നിമൂല കന്നിരാശി എന്ന് പറയുന്നത്. ആ കന്നിമൂല എന്ന് പറയും, ഒരു മൂലയാണ്. അത് നമ്മൾ വന്നിട്ട് ഈ ജ്യോത്സ്യന്മാരെല്ലാം കളം വരയ്ക്കുമ്പോൾ ചതുരമായിട്ട് ഇടുമ്പോൾ അതിൻ്റെ മൂല വരും, അതിനെ മൂല എന്ന് പറയുന്നത്. നമ്മൾ ഭവനം വന്നിട്ട് അതിലിടുന്ന സമയത്ത് ചതുരമായിട്ടാണ് അതിലിടുന്നത്, അതറിയാലോ. അപ്പോൾ അങ്ങനെ വരുന്നതിന് അതിന് മൂല എന്ന് പറയും, കന്നിമൂല. ആ കന്നിമൂലയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ പറഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ട് പഴയ കാലത്തിൽ ഇപ്പോഴെല്ലാം അറിവ് വന്നു ഒരുപാട് ഇതായി. എന്നിട്ട് ചില ഭാഗങ്ങളിലെല്ലാം അങ്ങനെ കിടക്കുന്നുണ്ട്. കന്നിമൂല എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് പറയുന്നത്. അവിടെ വേസ്റ്റ് സാധനങ്ങൾ കൊണ്ട് ഇടാതിരിക്കുക. വേസ്റ്റ് സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റായി കിടക്കുന്നു, വേസ്റ്റായി വരുന്നു, ആ ഭക്ഷണ സാധനം ചിലപ്പോൾ അവിടെ കൊണ്ടിടും. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ പഴയ പാഴ് വസ്തുക്കൾ, ഒന്നിനും പറ്റാത്ത പാഴ് വസ്തുക്കൾ, ചിരട്ട അല്ലെങ്കിൽ മറ്റുള്ള മൺകുടങ്ങൾ ഉടഞ്ഞത്, ഓടുകൾ ഉടഞ്ഞത് അല്ലെങ്കിൽ അതുപോലെയുള്ള പാഴ് വസ്തുക്കൾ ആ മൂലയിൽ കൊണ്ടുവരുന്നത് ദോഷകരമാണ് എന്ന് തന്നെ പറയും. അറിഞ്ഞോ അറിയാതെയോ അവിടെ സെപ്റ്റിക് ടാങ്ക് വരുന്നത് മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്ന് തന്നെ പറയാം. കന്നിമൂല ഒരിക്കലും സെപ്റ്റിക് ടാങ്ക്, അതായത് ബാത്റൂമിൻ്റെ സെപ്റ്റിക് ടാങ്ക് വരുന്നത്, അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ മലം പോകുന്ന സ്ഥലം അവിടെ ഉള്ള കുഴിയിലാകരുത് എന്നാണ് പറയുന്നത്. നമ്മൾ ബാത്റൂമിലേക്ക് കക്കൂസിലേക്ക് പോകുന്ന സമയത്ത് ആ മലത്തിൻ്റെ എല്ലാം കുറഞ്ഞു കൂടുന്ന ഒരു സ്ഥലം നമ്മൾ കുഴി കൊത്തി അവിടെ ടാങ്ക് പണിയും. ആ ഭാഗം അവിടെ വരാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഒന്ന് അതുപോലെ തന്നെയാണ് വേസ്റ്റ് കുഴി പറഞ്ഞാൽ ബാത്റൂമിൽ നമ്മൾ കുളിച്ച് വെള്ളമെല്ലാം അല്ലെങ്കിൽ പാത്രം കഴുകുന്ന വെള്ളമെല്ലാം പോകുന്ന ഭാഗം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു കുഴി കൊത്തി അവിടെ സ്ഥാപിക്കുക. നോക്കാറൊന്നുമില്ല. ചിലപ്പോൾ അറിയുന്നവരാണെങ്കിൽ കുറച്ച് നോക്കിയിട്ട് ഇന്ന ഭാഗത്ത് കുഴിക്കാമെന്ന് നോക്കിയിട്ട് ചെയ്യും. അതുപോലെ അങ്ങനെയുള്ള വേസ്റ്റ് കുഴികൾ വരാൻ പാടില്ല, വേസ്റ്റ് സാധനം ഉണ്ടാവില്ല. അവിടെ എപ്പോഴും ശുദ്ധമായിരിക്കണം എന്നാണ് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ കന്നിമൂല ശുദ്ധമായിട്ടിരിക്കുന്ന പറയുന്നതിൽ എന്താ അർത്ഥം ചോദിച്ചു പറഞ്ഞാൽ, കന്നിമൂലയ്ക്ക് പ്രാധാന്യം എന്താ വെച്ച് പറഞ്ഞാൽ തെക്കും പടിഞ്ഞാറും കൂടി വരുന്ന നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടാണ് കാണുന്നത്. ഇന്ത്യൻ്റെ തന്നെ നമ്മുടെ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ്, സ്റ്റേറ്റാണ് കന്നി. സൗത്ത് ഇന്ത്യൻ പറയുമ്പോൾ തന്നെ സൗത്ത് പറയുമ്പോൾ തെക്കാണ്. ആ തെക്ക് ഭാഗത്തേക്ക് വരുന്നതാണ്, തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് നമ്മുടെ ഈ കേരളം തന്നെ വരുന്നത്. അപ്പോൾ കേരളത്തെ പുറത്ത് വരും കന്നിമൂല പ്രധാനം തന്നെയാണ്. പക്ഷെ ഓരോരോ ഭാഗത്ത് പോകുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ വാസ്തുപ്രകാരം അടുക്കള കേരളത്തെ പുറത്ത് വരും അടുക്കള കിഴക്ക് ഭാഗത്ത് ഇടത് ഭാഗത്തായിരിക്കും, കിഴക്കിൻ്റെ ഇടത് ഭാഗത്തായിരിക്കും അടുക്കള വരുന്നത്. ഇതേ തമിഴ്നാട്ടിൽ പോയതാണെങ്കിൽ കിഴക്ക് ഭാഗത്തിൻ്റെ വലത് ഭാഗത്തായിരിക്കും. അതാണ് ശരിക്കുള്ള അഗ്നികോണ്. കിഴക്കിൻ്റെ വലത് ഭാഗത്ത് വരുമ്പോൾ തെക്ക് കിഴക്ക് മൂലയാണ് അഗ്നികോണ്. നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ അതിനങ്ങനെ തെക്ക് വടക്ക് കിഴക്കായിട്ട് മാറും. ആ ഭാഗത്തായിരിക്കും അടുക്കള വരുന്നത്. കുറച്ച് ചിന്തിച്ചാൽ മതി. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗം കന്നിമൂലയായിട്ട് വരാൻ നമ്മൾ ഈ കേരളത്തെ സംബന്ധിച്ചോളം വളരെ പ്രാധാന്യമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അത് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നതോറും അതിൻ്റെ സ്ഥാനമാനങ്ങൾ മാറി വരാനുള്ള സാധ്യതകളും ഉണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ തെക്ക് ഭാഗത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യണം. അവിടെ ശുഭവസ്തുക്കൾ അതുപോലെ തന്നെ ചെടികളും മറ്റുള്ളതൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് വളരെ ഉത്തമമായിട്ടും കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ സർപ്പത്തിനെ കുടിയിരുത്തുക, സർപ്പസംബന്ധമായിട്ടുള്ള അതോ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ഇതെല്ലാം ആ ഭാഗത്തേക്ക് ചിലപ്പോൾ ആ ഭാഗത്തായിരിക്കും ഒഴിവ് കാണുന്നത്, ചിലപ്പോൾ ആ ഭാഗത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട് എന്ന് ചുരുക്കി പറയും. ഒരു ഭവനത്തിന് ചിലപ്പോൾ അളവ് നോക്കി കുറ്റിയടിച്ച് സ്ഥാനം നിർണ്ണയം ചെയ്ത് അതിൻ്റെ ബെഡ്റൂം ശരിക്കും വരുന്നത് ചിലപ്പോൾ ഈ തെക്ക് ഭാഗത്ത് കന്നിമൂല ഭാഗത്തിൻ്റെ ആ ഭാഗത്തായിരിക്കും ചിലപ്പോൾ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. ചില ഭാഗത്ത് ചില തർക്ക വിഷയമായിട്ട് കൊണ്ടിരിക്കുന്നത് കന്നിമൂല സമയത്ത് ഒരു വിഷയമല്ലായിരുന്നു, ഇപ്പോൾ തർക്ക വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കന്നിമൂലയിൽ മാസ്റ്റർ ബെഡ്റൂം വരാൻ പാടില്ല എന്ന് ചിലർ ചിന്തിക്കുന്നവരുണ്ട്. അതേസമയത്ത് കന്നിമൂലയിൽ തന്നെയാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. കന്നിമൂല തന്നെ ചിലപ്പോൾ ബെഡ്റൂം
കട്ടിൽ കൊണ്ടിടാറുണ്ട്. അതൊക്കെ റൂമിൻ്റെ സൗകര്യത്തിനനുസരിച്ച്, അതായത് കന്നിമൂലയിൽ എവിടെ ഡോർ വരുന്നോ അതിനനുസരിച്ചായിരിക്കും ആ കട്ടിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ കന്നിമൂലയെ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ വേസ്റ്റ് സാധനങ്ങൾ ഒരിക്കലും ഇടരുത്. ശുഭസാധനങ്ങൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വച്ചിലും കുഴപ്പമില്ല. ആ വേസ്റ്റ് സാധനങ്ങൾ, ഇതേമാതിരിയുള്ള വേസ്റ്റ് കുഴികൾ, സെപ്റ്റിക് ടാങ്ക്, മറ്റുള്ള ബാത്റൂം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതെ നോക്കുക. ബാത്റൂം വരാൻ പാടില്ല. സെപ്റ്റിക് ടാങ്ക് കുഴികൾ മാത്രമല്ല, ബാത്റൂമോ കുളിക്കുന്ന റൂമുകളോ ഒന്നും അവിടെ വരാൻ പാടില്ല എന്നുള്ള പറയുന്നത്. നമസ്കാരം.